നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോള് നല്ല കുട്ടിയല്ലേ? വേണ്ട, വന്ദനമ്മ തന്നെ കൂടെ വരണം. വരാം, വന്ദനമ്മ തന്നെ കൂടെ വരാം. പോരെ? ലഹളയും ചേരിത്തിരിവും ഒക്കെ ഉണ്ടാക്കാനേ മുന്നിട്ട് നിന്നത് നിന്റെ ഭർത്താവല്ലേ? ഇനി ചായയുടെ അളവിലോ അതിന്റെ ഗുണത്തിലോ വ്യത്യാസം വന്നാലേ ഹരിതവാളെടുത്തുറഞ്ഞ് തുള്ളി ഭദ്രകാളിയാവും. പൂക്കുലയില്ലാതെ വിറച്ചു വിറച്ച് കൂടെ തുള്ളാനേ ആ പെങ്കോത്തിനും കഴിയും. അവര് പിന്നെ ഈ അടുക്കള തന്നെ എടുത്ത് മറിച്ചങ്ങ് വെക്കും. ചായക്കളി എന്ന ദുഷ്പേര് എനിക്കും കിട്ടും. ആ പൊല്ലാപ്പൊക്കെ വേണോ മോളെ? സുമിത്രേ, ചായ എവിടെ? ഈ നേരത്തെ എനിക്കൊരു ചായ നിർബന്ധമാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? വന്ന് ഒന്നിനൊരു ഉത്തരവാദിത്തമില്ലാതായി തീർന്നിരിക്കുക. ഈ ഫാൻ ആർക്ക് വേണ്ടി ഇട്ടിരിക്കുന്നേ? അതിന്റെ കരണ്ടി അറിഞ്ഞ് ഞാൻ തന്നെ കൊടുക്കണ്ടേ? ചായ റെഡിയായോ അമ്മേ? ആഹാ, സൂപ്പർ. നല്ല രുചി, നല്ല കടുപ്പം. ആഹാ, നല്ല മണം. അപ്പോ ഞാൻ തന്ന സാധനങ്ങളൊന്നും അമ്മ അടിച്ചു മാറ്റിയില്ലാന്ന് സാരം. ഇതെന്താ ബാക്കി ഇരിക്കുന്നത്? ഒന്നും ബാക്കി വെക്കാൻ പാടില്ല. കഴുകി വെച്ചേക്കാം, അല്ലേ ശരിയാവില്ല. സുമിത്രേ, ചായ കൊണ്ടുവാ. ഏട്ടത്തി, ഏട്ടൻ ചായക്ക് വേണ്ടി തൊള്ള തുറക്കുന്ന കേട്ടില്ലേ? ചായ കൊടുക്കുന്നില്ലേ? എനിക്ക് തോന്നുന്നതേ ചായ കുടിച്ചാലേ പുള്ളിക്ക് പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാ. കഷ്ടം കഷ്ടം. ഓ മൈ ഗോഡ്, പുവർ ബോയ്. ഒരു രക്ഷയില്ല ഏട്ടത്തി. ഏട്ടത്തിയുടെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആഹാരത്തിന്റെ കണക്ക് പറഞ്ഞ ആ പ്രകാശേട്ടന് ഇതിന്നൊരു തുള്ളി ചായ പോലും കൊടുക്കാൻ പറ്റത്തില്ല. ഏടത്തി, ഏടത്തി വേണമെങ്കിൽ ഹരിതയുടെ ചായ ഒരു കപ്പിൽ കുടിച്ചു. അവളത് അറിയാൻ പോകുന്നില്ല. കണ്ടല്ലോ അമ്മേ, ഒരു സഹായം ചെയ്യാന്ന് വെച്ചപ്പോ ചെയ്യുന്നു. ഇതാ ഞാൻ ആർക്കൊരു സഹായം ചെയ്യാത്ത. ചായേ ചായ ചായേ ചായേ. വന്ദനെ, എനിക്കൊരു വിഷമവുമില്ല. നീ സന്തോഷത്തോടെ പോയിട്ട് വാ. മോളുടെ കാല് പെട്ടെന്ന് സുഖാവട്ടെ. മോളെ, അമ്മയ്ക്ക് ഇന്ദിരാനഗർ വരെ ഒന്ന് പോകേണ്ട കാര്യമുണ്ട്. അമ്മ മോളെ ഹോസ്പിറ്റലാക്കിയിട്ട് അവിടെ പോയിട്ട് വരാം. തിരിച്ച് നമുക്ക് ഒരുമിച്ച് മടങ്ങുകയും ചെയ്യാലോ. എങ്കിൽ അതങ്ങ് പറഞ്ഞ പോരായിരുന്നു അമ്മേ. മറ്റുള്ളവരെ ഇങ്ങനെ വേദനിപ്പിക്കണോ? വേദനിക്കട്ടെ. നീയും ഞാനും മാത്രം അനുഭവിക്കാനുള്ളതാണോ ഈ വേദന എന്നൊക്കെ പറയുന്നത്? നീ വാ, നമുക്ക് പെട്ടെന്ന് പോവാൻ നോക്കാം. വാ.
പേടിക്കാനൊന്നുമില്ല. കാലിന്റെ ഫ്രാക്ചറൊക്കെ ഏകദേശം ഭേദമായിട്ടുണ്ട്. ബോൺ പൂർവ്വസ്ഥിതിയിലായിക്കൊണ്ടിരിക്കുന്നു. ഇനി കാലിൽ ബാൻഡേഡ് കെട്ടേണ്ട ആവശ്യമില്ല. ഫിസിയോതെറാപ്പി ചെയ്തു തുടങ്ങാം. മോളു, കാലൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. താങ്ക് യു ഡോക്ടർ. ഇനി ചിട്ടയായിട്ട് കുറച്ചുനാള് കുറച്ച് വ്യായാമങ്ങളൊക്കെ ചെയ്യണം. ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം എത്രയും പെട്ടെന്ന്, കഴിയുമെങ്കിൽ നാളെ തന്നെ. അതിന് വലിയ ചെലവാവോ ഡോക്ടറെ? അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് ഒരു പൈസയും ചെലവാവില്ല. ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ദിയമോളുടെ ചികിത്സാ ചെലവ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിന് ഞങ്ങൾ ആരോടും ഒരു സഹായവും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഡോക്ടർ. ചില ചാരിറ്റബിൾ സൊസൈറ്റി അങ്ങനെയാണ്. സഹായം അങ്ങോട്ട് ആവശ്യപ്പെട്ടില്ലെങ്കിലും ഹോസ്പിറ്റലിൽ നിന്നും സഹായത്തിന് അർഹതപ്പെട്ടവരുടെ ലിസ്റ്റ് അവർ ശേഖരിക്കും. എല്ലാ എക്സ്പെൻസും അവർ മീറ്റ് ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ ദിയമോളുടെ ഭാഗ്യമല്ലേ, അല്ലേ മോളെ? എന്നാ വൈകിക്കണ്ട, നാളെ മുതൽ ഫിസിയോതെറാപ്പി ആരംഭിക്കാം. ശരി ഡോക്ടർ. യെസ് ഡോക്ടർ. അതിനെന്താ, നാളെ രാവിലെ 10 മണിക്ക് ഫിക്സ് ചെയ്തോളൂ. നോ പ്രോബ്ലം, ഞാൻ വന്ന് ചെയ്തു തരാം. വന്ദനമ്മ എന്തിനാ കരയുന്നത്? എന്റെ കാലിന് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ ആന്റി പറഞ്ഞല്ലോ. ഒന്നുമില്ല മോളെ. കോടീശ്വരനായ രാജീവ് മേനോൻ സാറിന്റെ മോള് ചികിത്സയ്ക്ക് സൗജന്യം പറ്റുന്നു. അത് ഓർക്കുമ്പോ സഹിക്കുന്നില്ല. നാളെ മുതൽ ഫിസിയോതെറാപ്പി തുടങ്ങാം. ലീവ് വേണമെന്ന് പറഞ്ഞ വക്കീൽ അനുവദിക്കോ എന്തോ. ജോലിക്ക് അങ്ങോട്ട് കയറിയതല്ലേ ഉള്ളൂ. ചികിത്സയ്ക്ക് ഞാൻ കൂടെ വേണമെന്നില്ലല്ലോ. അമ്മയോടൊപ്പം വിട്ടാ പോരെ മോളെ? വേണ്ട, എനിക്ക് വന്ദനമ്മ തന്നെ കൂടെ വരണം. മോളെ, വന്ദനമ്മയ്ക്ക് ജോലിക്ക് പോണ്ടേ? മോള് നല്ല കുട്ടിയല്ലേ? വേണ്ട, വന്ദനമ്മ തന്നെ കൂടെ വരണം. വരാം, വന്ദനമ്മ തന്നെ കൂടെ വരാം. പോരെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.